ചില കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോഴാവും നമുക്ക് തോന്നുക, അയ്യോ അങ്ങനെ ചെയ്യണമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ. നടന്നു കഴിഞ്ഞ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. പക്ഷേ നമുക്കൊരു റിഗ്രറ്റ് തോന്നും, ഒരു പശ്ചാത്താപം. അവനെ ഞാൻ ക്ഷണിക്കണമായിരുന്നു, അവളെ ഞാൻ വഴക്ക് പറയരുതായിരുന്നു എന്നൊക്കെ. ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്രയാണ് ഉണ്ടാവുക? ഒരുപാട് പ്രാവശ്യം ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് നമുക്ക്. പക്ഷേ ഇത്തരം സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് പറയുന്നത്? should have plus V3 ഫോം ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. V3 എന്നാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. ഞാൻ ഇന്നലെ രാത്രിയിൽ വീട്ടിലേക്ക് നടക്കുമ്പോൾ ആകെ നനഞ്ഞു. കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു കുട എടുക്കണമായിരുന്നു. I should have taken an umbrella. I should have taken an umbrella. ഞാൻ ഒരു കുട എടുക്കണമായിരുന്നു. ഞാൻ ഇന്ന് വളരെ ടയേർഡാണ്. കാരണം എന്തെന്നോ, രാത്രി മൂവി കണ്ട് അങ്ങനെ ഇരുന്നു, വളരെ ലേറ്റായിപ്പോയി ഉറങ്ങാൻ. I shouldn't have stayed awake so late last night. I shouldn't have stayed awake so late last night. ഇന്നലെ രാത്രി അത്രയും ലേറ്റായി ഞാൻ ഇരിക്കാൻ പാടില്ലായിരുന്നു, ഇരിക്കരുതായിരുന്നു. shouldn't have stayed awake, ഉണർന്ന് ഇരിക്കാൻ പാടില്ലായിരുന്നു. shouldn't have stayed, should not have stayed എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് shouldn't have stayed. എനിക്കിപ്പോൾ വിഷമം തോന്നുന്നു, നിൻ്റെ കൂടെ ഞാൻ വന്നില്ല. ഞാൻ നിൻ്റെ കൂടെ വരണമായിരുന്നു. I should have come with you. ഞാൻ നിൻ്റെ കൂടെ വരണമായിരുന്നു. I should have come with you. ഞാൻ നീ പറയുന്നത് ശ്രദ്ധിച്ചില്ല, കഷ്ടമായിപ്പോയി. I should have listened to your advice. ഞാൻ നിൻ്റെ ഉപദേശം ശ്രദ്ധിക്കണമായിരുന്നു. I should have listened to your advice. Advice, ഉപദേശം. എനിക്ക് വല്ലാതെ വിശക്കുന്നു, രാവിലെ ഒന്നും കഴിച്ചില്ല. I should have eaten breakfast this morning. ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു. I should have eaten breakfast this morning. He fell into the water. He should have been more careful. അവൻ വെള്ളത്തിലേക്ക് വീണു. അവൻ കുറച്ചുകൂടി ശ്രദ്ധ ഉണ്ടാകണമായിരുന്നു. should have been. ഇവിടെ been എന്നത് be എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. He should have been more careful. The movie was boring. I shouldn't have watched it. ആ മൂവി ബോറിംഗ് ആയിരുന്നു, ഞാനത് കാണരുതായിരുന്നു. I shouldn't have watched it. Shouldn't have watched. Should not have watched. ഇപ്പോൾ should have plus V3 എങ്ങനെ ഉപയോഗിക്കുക എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരുപാട് സെൻറ്റൻസസ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.